മമ്മൂക്കയുടെ ഏറ്റവും ഹൈപ്പുള്ള സിനിമയാണ് ടർബോ. ചിത്രത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശം തീരുമാനമായി. എന്താണെന്നല്ലേ, വിഷയത്തിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. 110 ദിവസത്തിൻ്റെ മുകളിലായിട്ടുണ്ട് ടർബോ എന്ന മമ്മൂക്ക, വൈശാഖ്, മിഥുൻ മാനൽ കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ട് മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. സിനിമയുടെ അവസാന രംഗങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തിയാവും. ഈ ഒരു ചിത്രത്തിലെ ഫൈറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്റ്റണ്ട് ആർട്ടിസ്റ്റുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി കമ്പനി റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മുതൽ മുടക്കുള്ള സിനിമ കണ്ണൂർ സ്ക്വാഡ് എന്ന ചിത്രമായിരുന്നു. ഈ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം തന്നെ 84 കോടിയോളം രൂപ നേടി. അതിനുശേഷം തിയേറ്ററിൽ എത്തിയ കാതിൽ ദിഗോർ എന്ന ഓഫ് ബീറ്റ് സിനിമയും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കുന്ന കാഴ്ചയാണ് ബോക്സ് ഓഫീസിൽ നാം കണ്ടത്. എന്നാൽ ഇനി തിയേറ്ററിൽ എത്താൻ വേണ്ടി പോകുന്ന ടർബോയാണ് മമ്മൂട്ടി കമ്പനിയിൽ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിലെത്തുന്ന സിനിമ. മമ്മൂട്ടി കമ്പനി പക്ക കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്ത് ചെയ്യുന്ന ആദ്യ സിനിമയും ടർബോ എന്ന വൈശാഖ് ചിത്രം തന്നെയാണ്. ഇന്ത്യക്ക് പുറത്ത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് തന്നെയാണ് ഈ ഒരു ചിത്രം വിതരണത്തിന് എത്തിക്കാൻ വേണ്ടി പോകുന്നത്. മമ്മൂട്ടി സിനിമകൾക്ക് ഇതുവരെ നൽകിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസാണ് ടർബോ എന്ന ചിത്രത്തിന് വേണ്ടി ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. മെയ് മാസം ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തീർന്നാൽ അല്ലെങ്കിൽ ഓണം റിലീസായിട്ടായിരിക്കാം ചിത്രം തിയേറ്ററിൽ എത്തുക. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും കന്നഡയിൽ നിന്നും ഹിന്ദിയിൽ നിന്നെല്ലാം വലിയ താരങ്ങൾ ഈ ഒരു ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ഫൈനൽ ബഡ്ജറ്റ് എത്രയെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഈ ഒരു സിനിമക്കെങ്ങാനും പ്രേക്ഷകന് സ്പാർക്കുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ മലയാള സിനിമ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ഒരു ബോക്സ് ഓഫീസ് വേട്ട നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കാരണം അത്തരത്തിൽ പ്രേക്ഷകന് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു മാസ് എൻ്റർടൈനർ സിനിമയായിട്ട് തന്നെയാണ് ടർബോ ഒരുങ്ങുന്നത്. ഏതൊക്കെ ലാംഗ്വേജിലാണ് സിനിമ റിലീസ് ആവുക എന്നുള്ള യാതൊരുവിധ അപ്ഡേറ്റ്സുകളും ഒഫീഷ്യലായിട്ട് പുറത്തു വിട്ടിട്ടില്ല. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, ഈ അടുത്ത കാലത്ത് മമ്മൂക്ക ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്തൊരു സിനിമയായിരിക്കും ടർബോ. ആരൊക്കെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്താണ് ടർബോയിൽ? വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിതു ജിനാസ്.